ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ 10th ലെവലിലുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ മുമ്പ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട്, ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്, ഓപ്ഷൻ സി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി അമരാവതി, ഓപ്ഷൻ ഡി ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ ഡി ലാഹോർ. അടുത്ത ചോദ്യം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ്. ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ സി വെല്ലസ്ലി പ്രഭു, ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ്. ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി അരുണ ആസഫ് അലി, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി മാഡം പിക്കാജി കാമ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി സരോജിനി നായിഡു. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരായ അവകാശം, ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 29ാം ഭേദഗതി, ഓപ്ഷൻ ബി 25ാം ഭേദഗതി, ഓപ്ഷൻ സി 42ാം ഭേദഗതി, ഓപ്ഷൻ ഡി 44ാം ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി 44ാം ഭേദഗതി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക. അടുത്ത ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഓപ്ഷൻ എ രാജ മന്നാർ കമ്മിറ്റി, ഓപ്ഷൻ ബി പുഞ്ചി കമ്മിറ്റി, ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി? ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി ലോകസഭാ സ്പീക്കർ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. അടുത്ത ചോദ്യം, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ എ മലബാർ കലാപം, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ സി കുറിച്യ കലാപം, ഓപ്ഷൻ ഡി മുണ്ട കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ എ പട്ടം താണുപിള്ള, ഓപ്ഷൻ ബി സി അച്യുതമേനോൻ, ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ഡി PK വാസുദേവൻ നായർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ എ ഗൗരി പാർവതി ബായി, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ഡി ഗൗരി ലക്ഷ്മി ബായി. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഓപ്ഷൻ എ ഗൗരി പാർവതി ബായി. അടുത്ത ചോദ്യം, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ, ഓപ്ഷൻ ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനം ഇല്ല, ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്, ഓപ്ഷൻ ഡി എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ തിരുവനന്തപുരം,
ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂർ. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ ഫസൽ അലി, ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ സി കെ എം പണിക്കർ, ഓപ്ഷൻ ഡി എച്ച് എൻ കുൻസ്രു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1 ചേരിചേരാ നയം, 2 സമാധാനപരമായ സഹവർത്തിത്വം, 3 ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, 4 സ്വാശ്രയത്വം. ഓപ്ഷൻ എ 1, 4, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 2, 3, 4. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഓപ്ഷൻ ബി ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി, ഓപ്ഷൻ സി ജർമ്മനി, ഇറ്റലി, തുർക്കി, ഓപ്ഷൻ ഡി ജർമ്മനി, തുർക്കി, ആസ്ട്രിയ, ഹംഗറി. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അടുത്ത ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ, ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി വിക്രം സാരാഭായി, ഓപ്ഷൻ ഡി ഡോക്ടർ രാജാരാമണ്ണ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഓപ്ഷൻ എ ജെസിക്ക കോക്സ്, ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്, ഓപ്ഷൻ സി ശീതൾ ദേവി, ഓപ്ഷൻ ഡി സരള താക്രൾ. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ്. അടുത്ത ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെ ആണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി ശ്രീലങ്ക. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ എ 5-ാം സ്ഥാനം, ഓപ്ഷൻ ബി 6-ാം സ്ഥാനം, ഓപ്ഷൻ സി 7-ാം സ്ഥാനം, ഓപ്ഷൻ ഡി 8-ാം സ്ഥാനം.
വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ സി 7ാം സ്ഥാനം. അടുത്ത ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ എ വീണ ജോർജ്, ഓപ്ഷൻ ബി എം ബി രാജേഷ്, ഓപ്ഷൻ സി ആന്റണി രാജു, ഓപ്ഷൻ ഡി സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാൻ. അടുത്ത ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി പേപ്പാറ വന്യജീവി സങ്കേതം. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ഭവാനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ എ ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഉത്തര മഹാസമതലം, ഓപ്ഷൻ ഡി തീരസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്